നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുനമ്പിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2026 ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ ഓരോ ചലനവും കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ അടുക്കള മുതൽ വലിയ ബിസിനസ് ഗ്രൂപ്പുകളെ വരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിസന്ധിയെ വിശകലനം ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് എണ്ണ വിപണിയെയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ചെറിയ പാതയിലൂടെയാണ്. ഇറാൻ ഈ പാത തടസ്സപ്പെടുത്തിയാൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ പോകാൻ അധിക സമയം വേണ്ടിവരില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. നമ്മുടെ രാജ്യം 80% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നതാണ്. എണ്ണവില കൂടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കും. ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂട്ടുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. അതായത് ഗൾഫിൽ വീഴുന്ന ഓരോ മിസൈലും കേരളത്തിലെ പച്ചക്കറി ചന്തയിലെ വില നിശ്ചയിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് നമുക്ക് ചുരുക്കി പറയാം. രണ്ടാമത്തെ പ്രധാന കാര്യം നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ സുരക്ഷയും അവരുടെ സാമ്പത്തിക ഭദ്രതയുമാണ്. ഏകദേശം 30 ലക്ഷത്തോളം മലയാളികളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. യുദ്ധം പടർന്നാൽ അത് UAE, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ബിസിനസ് ആത്മവിശ്വാസത്തെ തകർക്കും. നിർമ്മാണ മേഖലയിലും ടൂറിസം മേഖലയിലും ജോലി ചെയ്യുന്നവർക്കാണ് ഇതിന്റെ ആദ്യ ആഘാതം ഏൽക്കുക. വലിയ പ്രൊജക്ടുകൾ മാറ്റിവെക്കപ്പെടാം, വിദേശ നിക്ഷേപകർ പിന്മാറാം. ഇത് ശമ്പളം മുടങ്ങുന്നതിലേക്കോ ജോലി നഷ്ടപ്പെടുന്നതിലേക്കോ നയിച്ചേക്കാം. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ GDPയുടെ ഏകദേശവും 1/4 വരുന്നത് പ്രവാസികൾ അയക്കുന്ന പണത്തിൽ നിന്നാണ്. ഈ പണമൊഴുക്ക് കുറഞ്ഞാൽ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ്, റീറ്റെയിൽ മേഖലകൾക്ക് വലിയ തളർച്ച നേരിടും. അടുത്തതായി വ്യോമയാന മേഖലയെക്കുറിച്ച് പറയാം. ദുബായ്, അബുദാബി, ദോഹ എന്നീ വിമാനത്താവളങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ട്രാൻസിറ്റ് ഹബ്ബുകളാണ്. യുദ്ധം കാരണം വ്യോമപാതകൾ അടയ്ക്കുമോ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ ചെയ്യുമ്പോൾ ഇന്ധന ചെലവ് കുത്തനെ കൂടും. ഇത് ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവുണ്ടാക്കും. പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ പുതിയ ജോലി തേടി ഗൾഫിലേക്ക് പോകാനോ ഇത് തടസ്സമാകും. വിതരണ ശൃംഖല അഥവാ സപ്ലൈ ചെയിൻ തടസ്സപ്പെടുന്നത് വഴി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇത് ബാധിക്കും. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഗൾഫ് വിപണിയിൽ എത്തുന്നത് വൈകിയാൽ അത് നമ്മുടെ കർഷകർക്ക് വലിയ നഷ്ടവും ഉണ്ടാക്കും. ഇനി നിക്ഷേപകരുടെ കാര്യമെടുത്താൽ സ്വർണ്ണവിലയിലെ മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. യുദ്ധം പോലുള്ള അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുകയും സുരക്ഷിത നിക്ഷേപമായി കരുതുന്ന സ്വർണത്തിലേക്ക് മാറുകയും ചെയ്യും. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് റെക്കോർഡ് വിലയുണ്ടാക്കാൻ കാരണമാകും. കേരളം പോലെ സ്വർണത്തിന് വലിയ വിപണിയുള്ള സ്ഥലത്ത് ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കും. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാകും. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി വലിയ ബിസിനസ് ബന്ധമുള്ള കമ്പനികളുടെ ഓഹരി വില ഇടിയാൻ ഇത് കാരണമാകും. എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിലും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ശക്തമാണ് എന്നത് നമുക്കൊരു ആശ്വാസമാണ്. എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ യുദ്ധം നീണ്ടുപോയാൽ അത് രൂപയുടെ മൂല്യം ഇടിയുന്നതിനും കാരണമാകും. ഇറക്കുമതി ചിലവ് കൂടുന്നത് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കും. പ്രവാസികൾക്ക് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സമ്പാദ്യം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഓഹരി വിപണിയിൽ നിക്ഷേപമുള്ളവർ പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റഴിക്കാതെ വിപണിയെ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. അവസാനമായി ഇതൊരു യുദ്ധം എന്നതിലുപരി ഒരു മാനുഷിക പ്രതിസന്ധി കൂടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. നോർക്ക റൂട്ട്സ് വഴി കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിക്കുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എങ്കിലും സാമ്പത്തികമായി നമ്മൾ കരുതിയിരിക്കേണ്ട സമയമാണിത്. വിപണിയിലെ മാറ്റങ്ങളും പുതിയ വാർത്തകളും കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേശകനുമായി ചർച്ച ചെയ്യുക. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. നന്ദി.